ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മളിപ്പോൾ ഇ-വേ ബില്ലിനെ പറ്റിയുള്ള വീഡിയോസാണ് ഇപ്പോൾ അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഒരു നല്ല നല്ല വലിയ രീതിയിലൊരു മൊബൈൽ ഷോപ്പ് സ്വന്തമായി നടത്തുന്ന ഒരാളാണ്, ഓണറാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, രൂപേഷ്, ഞാൻ എൻ്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഒരു ഐഫോൺ ഒരു പാർട്ടിക്ക് ബില്ലിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെ അത് കൊണ്ടു കൊടുക്കാണ്. അദ്ദേഹത്തെ ഈ വാങ്ങുന്ന ആളും അദ്ദേഹത്തിന്റെ പരിചയക്കാരൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ആൾക്ക് ഇദ്ദേഹം നേരിട്ട് ബൈ ഹാൻഡ് കൊണ്ട് ചെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് ഇ-വേ ബിൽ നിർബന്ധമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിനും ഇ-വേ ബിൽ വേണോ? ഞാൻ നടന്നു കൊണ്ടുപോയി കൊടുക്കല്ലേ, ഇതിനും ഇ-വേ ബിൽ വേണ്ടി വരുമോ ചോദിച്ചു. ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ ആസ് പെർ GST അത് അദ്ദേഹത്തിന്റെ ബൈക്കിലായാലും കാറിലായാലും ഇനി ഇവൻ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി നടന്ന് ബൈ ഹാൻഡ് കൊടുക്കുകയാണെങ്കിലും ആസ് പെർ GST അതിന് ഇ-വേ ബിൽ നിർബന്ധമാണ് കേട്ടോ. ഇ-വേ ബിൽ GST പ്രകാരം ഇ-വേ ബിൽ നിർബന്ധമാണ്. അത് ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും നടന്നു കൊണ്ടു കൊടുക്കുകയാണെങ്കിലും അതിനും ഇ-വേ ബിൽ GST പ്രകാരം വേണം. അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇത്തരം GST പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ ക്യാപിറ്റാക്സ് ഇന്ത്യ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.